കേരളത്തിന്റെ ചാണ്ടി സാർ ഇല്ലാത്ത, പുതുപ്പള്ളിയുടെ കുഞ്ഞൂഞ്ഞില്ലാത്ത ഒരു വർഷം. ഉമ്മൻചാണ്ടിക്ക് പകരം ഉമ്മൻചാണ്ടി മാത്രമേ ഉള്ളൂ എന്ന് തെളിയിച്ച ഒരു വർഷമാണ് കടന്നുപോയത്. സ്നേഹം കൊണ്ട് മനുഷ്യരെ കീഴടക്കിയ ഒരു ഭരണാധികാരി നമുക്കൊപ്പം ജീവിച്ചിരുന്നെന്നത് കേരളത്തിന്റെ വർത്തമാനകാല രാഷ്ട്രീയത്തിൽ ചിലപ്പോഴൊക്കെ അത്ഭുതമായി തോന്നുന്നുണ്ടാവാം. രാഷ്ട്രീയത്തിൽ അന്യം നിന്നു പോകാൻ സാധ്യതയുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ടയാളായിരുന്നു ഉമ്മൻചാണ്ടി. സാധാരണക്കാരന്റെ സങ്കടങ്ങൾ കേൾക്കാൻ ജനപ്രതിനിധികളെ പ്രാപ്തനാക്കിയ ജനനായകൻ. രാഷ്ട്രീയ ഭേദമന്യേ ആർക്കും ജീവിതത്തിലെ എന്ത് പ്രതിസന്ധിയും പരിഹരിക്കുന്നതിന് കുഞ്ഞുഞ്ഞിനെ സമീപിക്കാമായിരുന്നു. ഒരു നിവേദനത്തിനോ കത്തിനോ ഫോൺ വിളികൾക്കോ അപ്പുറം സാധ്യമായ എന്ത് സഹായവും ചെയ്തു തരുന്ന ഉമ്മൻചാണ്ടി ഉണ്ടെന്നത് ലോകത്തിന്റെ ഏത് ഭാഗത്തുമുള്ള മലയാളികൾക്കും ഒരു ധൈര്യമായിരുന്നു. ഉമ്മൻചാണ്ടിയെ ഒരിക്കലെങ്കിലും കണ്ടിട്ടില്ലാത്ത ജനങ്ങളോ ഉമ്മൻചാണ്ടി എത്തിച്ചേർന്നിട്ടില്ലാത്ത സ്ഥലങ്ങളോ കേരളത്തിൽ ഇല്ലെന്ന് തന്നെ വേണം കരുതാൻ. ജനക്കൂട്ടത്തിന് നടുവിൽ നിൽക്കുന്നത് തന്നെയാണ് ഉമ്മൻചാണ്ടി എന്ന നേതാവിനെ വളർത്തിയതും കരുത്തനായ ഭരണാധികാരിയാക്കിയതും. സ്മാർട്ട് സിറ്റി, കൊച്ചി മെട്രോ, വിഴിഞ്ഞം തുറമുഖം, കണ്ണൂർ വിമാനത്താവളം, ശ്രുതി തരംഗം, വയോമിത്രം, ആരോഗ്യ കിരണം പദ്ധതികൾ, 1 രൂപയ്ക്ക് അരി, ഭൂരഹിതർക്ക് 3 സെന്റ് ഭൂമി, എല്ലാ മണ്ഡലങ്ങളിലും സർക്കാർ കോളേജുകൾ, അങ്ങനെ ഒരുപാട് പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ഉമ്മൻചാണ്ടിയുടെ കാലത്തായിരുന്നു. മുൻ ധനകാര്യമന്ത്രി KM മാണിയുടെ കാരുണ്യ ചികിത്സാ പദ്ധതിക്ക് തുടക്കമിട്ടതും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. ദിവസം 19 മണിക്കൂർ വരെ നീളുന്ന ജനസമ്പർക്ക പരിപാടി, മികച്ച ഭരണ നിർവഹണത്തിനുള്ള ഐക്യരാഷ്ട്രസഭയുടെ പുരസ്കാരം, ശരിക്കും വർത്തമാന കേരളം എന്നത് ഉമ്മൻചാണ്ടി സാർ തന്നെയാണ്. കഴിഞ്ഞ ദിവസം പിണറായി സർക്കാർ പൂർത്തിയാക്കിയ വിഴിഞ്ഞം പദ്ധതിക്ക് തറക്കല്ലിട്ടതും ഉമ്മൻചാണ്ടിയായിരുന്നു. ജനങ്ങൾ നൽകിയ ശക്തി തന്നെയാണ് എതിരാളികളുടെ ദുരാരോപണങ്ങളിൽ നിന്ന് അടിപതറാതെ അഗ്നിശുദ്ധി വരുത്താൻ ഉമ്മൻചാണ്ടിയെ പ്രാപ്തനാക്കിയതും. മനസാക്ഷിയുടെ മുൻപിൽ താൻ തെറ്റുകാരനല്ലെന്ന ബോധ്യത്തിൽ ഉമ്മൻചാണ്ടി അചഞ്ചലനായി. അതുകൊണ്ട് തന്നെയാണ് ഒടുവിൽ മരണശേഷം നിയമവഴിയിൽ ഉമ്മൻചാണ്ടി ജയിച്ചു കയറിയപ്പോൾ അത് കേരളം ഒന്നാകെ ഏറ്റെടുത്തത്. ഉമ്മൻചാണ്ടി എന്ന ജനകീയ മുഖ്യമന്ത്രിക്കെതിരെ ദുരാരോപണങ്ങളുമായി ആരൊക്കെയാണോ രംഗത്തിറങ്ങിയത്, അതേ അളവിൽ അവരോട് കാലം കണക്ക് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നതിനും കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിച്ചിരുന്നപ്പോഴുള്ള ഉമ്മൻചാണ്ടിയേക്കാൾ ശക്തനാണ് മരണശേഷമുള്ള ഉമ്മൻചാണ്ടി എന്ന് തെളിയിക്കുന്നതായിരുന്നു തിരുവനന്തപുരത്തു നിന്നും പുതുപ്പള്ളിയിലേക്കുള്ള വിലാപയാത്ര. ഉമ്മൻചാണ്ടി എത്രത്തോളം ഹൃദയം തുറന്ന് പുതുപ്പള്ളിയെ സ്നേഹിച്ചിരുന്നുവോ അതിനേക്കാൾ ഇരട്ടിയായാണ് പുതുപ്പള്ളിക്കാർ അവരുടെ കുഞ്ഞൂഞ്ഞിന് ഉപതെരഞ്ഞെടുപ്പിലൂടെ സ്നേഹം മടക്കി നൽകിയത്. ഭരണാധികാരി എന്ന നിലയിലും രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലും അദ്ദേഹം എപ്പോഴും ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. ദൈനംദിന ജീവിതം തന്നെ ജനങ്ങളുടെ സങ്കടങ്ങളും പരാതികളും കേട്ട് അത് പരിഹരിക്കുക എന്നതായിരുന്നു. ആ വേർപാട് കേരളത്തിനും കോൺഗ്രസിനും താങ്ങാനാകാത്ത നഷ്ടം തന്നെയാണ്. തെളിഞ്ഞ പ്രായോഗികതയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയം. അചഞ്ചലമായ ദൈവവിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത്. സൽപ്രവർത്തികൾ ചെയ്യുകയും സ്നേഹഭാഷണം നടത്തുകയും ചെയ്തിരുന്ന അദ്ദേഹത്തിനും അവസാന കാലത്ത് ശാരീരികമായും മാനസികമായും ധാരാളം യാതനകൾ അനുഭവിക്കേണ്ടി വന്നിരുന്നു. വാസ്തവത്തിൽ ചാണ്ടി സാർ ഒരു നീതിമാനായിരുന്നു. ആ നീതിമാൻ ഉയർത്തെഴുന്നേൽക്കുന്നത് ജനങ്ങളുടെ ഹൃദയത്തിലായിരിക്കുമെന്നാണ് ഈ കാലം നമുക്ക് കാണിച്ചു തരുന്നത്. ചാണ്ടി സാറിന്റെ സ്നേഹസ്മരണകൾക്ക് മുൻപിൽ പ്രണാമം.